അസ്റായീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുമത്രേ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും ആത്മാവിനെ പിടിച്ചതാകുന്ന അസ്റായീലേ, നീയും ഈ ലോകത്ത് നിന്ന് മരിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. കൊടുവള്ളിയിലുള്ള കരുവമ്പയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ അന്ത്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കാതൊന്നു കുറിപ്പിച്ച് കേൾക്കണേ. ആദരവായ പ്രവാചകർ പറയുകയാണ്, ഇലാ മൗദിഇൻ ബൈനൽ ജന്നതി വന്നാർ. സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാം പോകുകയാണ്. ഫയൻസിഉ മിൻഹു റൂഹഹു, ഫയൻസിഉ മിൻഹു റൂഹഹു. അല്ലാഹ് അല്ലാഹ്, ഇന്ന് വരെ ലോകത്തുള്ള സർവരുടെയും ആത്മാവിനെ പിടിച്ചതാകുന്ന അസ്റായീൽ അലൈഹിസ്സലാം സെക്കൻഡ് ബൈ സെക്കൻഡുകൾക്ക് കോടിക്കണക്കിന് ജനങ്ങളുടെ ആത്മാവിനെ പിടിച്ചവരില്ലേ? എത്രയെത്ര ഭൂകമ്പങ്ങളിലൂടെ, എത്രയെത്ര സുനാമിയിലൂടെ, എത്രയെത്ര മാരകമാകുന്ന രോഗങ്ങളിലൂടെ, എത്ര വലിയ ആപത്തുകളിലൂടെ, എത്ര വലിയ വിപത്തുകളിലൂടെ ലോകരെ മുഴുവനും കിടുക്കിക്കളഞ്ഞ അസ്റായീലല്ലേ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് ചെല്ലുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം സ്വന്തമായി ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫയസീഹു സൈഹാ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, സഹാബ, വല്ലാത്തൊരു അട്ടഹാസമാണ്, അട്ടഹാസമാണ്, വല്ലാത്തൊരു ശബ്ദ കോലാഹലത്തോടു കൂടിയാണ് അസ്റായീൽ അലൈഹിസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറയുക. ആ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇത്ര വലിയ വേദന മരണത്തിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇന്നീ ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖി യാ അല്ലാഹ്. മരണത്തിന് ഇത്ര വലിയ വേദനയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായും മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ കൂടുതൽ മയത്തോടു കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല. അല്ലാഹ്